ശ്രീ റെജി ലൂക്കോസിലേക്കാണ് പോകുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇത്തരത്തിൽ വലിയ തരത്തിലൊരു ന്യൂനപക്ഷ പീഡനം നടത്തിയതുകൊണ്ട് CPM-നുണ്ടായ നഷ്ടങ്ങൾ ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയാം, അത് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ വലിയൊരു കൊഴിഞ്ഞുപോക്കുണ്ടായത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. പ്രത്യേകിച്ചും CPM-ന്റെ വോട്ട് ബാങ്ക് ഫിക്സഡായി നിലനിന്നിരുന്ന ഈഴവ സമുദായം, ആ ഈഴവ സമുദായത്തിലെ മഹാഭൂരിപക്ഷവും BJP-യിലേക്ക് വരുന്ന ഒരു ഘട്ടം നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. അതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടുകളുടെയൊക്കെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഈഴവ ബെൽറ്റിൽ നിന്നാണ് അത്തരത്തിൽ BJP-യിലേക്ക് വലിയ വോട്ടിൻ്റെ ഒരു ഒഴുക്കുണ്ടായത്. ഇത് സത്യത്തിൽ നിങ്ങളുടെ ചങ്കിടിപ്പേറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നോക്കൂ, SDPI കൈപ്പത്തി വെട്ടിമാറ്റിയ സജിത്ത് എന്നയാൾ ഒരു പോസ്റ്റ് ഇട്ടു. CPM-ൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, CPM-ന്റെ പ്രീണനത്തെക്കുറിച്ചാണ് സജിത്തിൻ്റെ പോസ്റ്റ്. സജിത്തിനെ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ ഏരിയ സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി സജിത്തിനെ പുറത്താക്കി. അഭിമന്യുവിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? SDPI-ക്കാർ വകവരുത്തിയ, പോപ്പുലർ ഫ്രണ്ടുകാർ വകവരുത്തിയ ആ കുഞ്ഞിന് നീതി കിട്ടിയോ? ആ പ്രതികളിലെ ആ കോടതിയിലൊക്കെ നടന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ FIR-ന്റെ കോപ്പി പോലും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കാണാതായ സാഹചര്യമൊക്കെ ഉണ്ടായതാണ് കോടതിയിൽ. പിന്നീട് അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ ഇത്തരത്തിൽ വലിയ തരത്തിൽ ഈ CPM-ന് ശോഷണം സംഭവിക്കുന്നത്, വിഭാഗീയത സംഭവിക്കുന്നതെല്ലാം ഈ പ്രശ്നത്തെ മുൻനിർത്തിയാണ്. ഇത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണ്ടേ? അല്ല, എനിക്ക് ഞാൻ വളരെ കൗതുകത്തോടെയാണ് ആ കാര്യം ചോദിച്ചത്. കുറെ നാളുകളാണ് കേരളത്തിൽ മുഴങ്ങിക്കൊണ്ട് ചോദ്യങ്ങൾ എന്നോട് നീലിമ ചോദിച്ചു. ഞങ്ങളെ നന്നാക്കാനായിട്ട്, ഞങ്ങൾക്ക് ഒരു അടവും വരാതിരിക്കാനായിട്ടുള്ളത് നീലിമയുടെയും ജനജീവിയുടെയും ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളൊക്കെ സഹിച്ചോളാം. അപഹസിക്കേണ്ട, നിങ്ങളുടെ റിപ്പോർട്ട് തന്നെയാണ്, CPM-ന്റെ റിപ്പോർട്ട് തന്നെയായിരുന്നു ഈ കാര്യം ചൂണ്ടിക്കാണിച്ചത്. എവിടേക്കാണ് ഹിന്ദു വോട്ടുകൾ പോയത്, എന്തുകൊണ്ടാണ് പോയത് എന്നുള്ളത് CPM-ന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിപ്പോർട്ടിൽ തന്നെയല്ലേ പറഞ്ഞത്? ഞങ്ങൾക്ക് ഹിന്ദു വോട്ടുന്നോ ക്രിസ്ത്യൻ വോട്ടുന്നോ മുസ്ലിം വോട്ടുന്നില്ല. ഞങ്ങൾ എല്ലാ മനുഷ്യരും ഒരുപോലെ മതേതരത്തിന്റെ കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് കേരളത്തിലെ മനുഷ്യരുടെ വോട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ ഈ പറഞ്ഞ ജാതികളുടെയും മതത്തിന്റെയും പേരിൽ ട്രേഡ് മാർക്കായിട്ടുള്ള വോട്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾ അഭിസംബോധന ചെയ്യാറില്ല. അവിടെ നീലിമയെ വിഷമിക്കണ്ട, ജനന്റെയും വിഷമിക്കണ്ട. ഞങ്ങൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സഹിച്ചോളാം. നാളെ ഞങ്ങൾ പഞ്ചായത്തിൽ പോലും ജയിക്കാതിരുന്നാൽ ഞങ്ങളൊക്കെ സഹിച്ചോളാം, തീർന്നില്ലേ? അപ്പൊ പക്ഷെ ഞങ്ങളെ നന്നാക്കാനായിട്ടും ഞങ്ങൾ ശക്തിയോടെ ഇരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നത് മാത്രമേ. എനിക്ക് വേറൊരു കാര്യം പറയാറുണ്ട്. അതായത് ലീഗ് എന്റെ പ്രതിനിധി വേറെ ഷാക്കിർ ഇന്ന് ആകെപ്പാടെ മാനസിക വിഷമത്തിൽ. എന്താ കാരണം അറിയോ? നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്, ലീഗിന് ഇതിനകത്ത് പ്രതികരിക്കാൻ പറ്റില്ല. ലീഗിൽ നിന്ന് നടന്ന അവരുടെ കോഴിക്കോട് നടന്ന നേതൃയോഗത്തിൽ, സാക്ഷാൽ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ നടന്ന നേതൃയോഗത്തിൽ KM ഷാജിയും ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ശാരീരികമായിട്ട് വാക്കുകൾ കൊണ്ട് രൂക്ഷമായ പ്രതികരണം രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് കള്ള വാർത്തകൾ കൊടുപ്പിക്കുന്നവരെ പറഞ്ഞു. ആ പാർട്ടി ഏതാണ് മാനസികമായിട്ട് പിളർപ്പിന്റെ വക്കില. ET മുഹമ്മദ് ബഷീർ, MK മുനീറും ഈ ഷാജി അടങ്ങുന്ന ഒരു സംഘവും PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു സംഘവും തമ്മിലുള്ള ഏതാണ് മാനസികമായിട്ട് അവർ അകന്നു കഴിഞ്ഞു. ഒരു സംശയം, ഇന്നത്തെ മറ്റു ചാനലുകളിൽ ബ്രേക്കിംഗ് വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ ലീഗിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആശയപരമായിട്ടുള്ള പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. അത് വർഗീയതവാദികളുമായിട്ട് മാത്രമാണ് കൈകോർത്തിരിക്കുന്നുള്ളവരും ഷാക്കിറിന്റെ വാക്കുകളിലൂടെ തന്നെ തെളിഞ്ഞു. കാരണം ഈ മെക്സവർ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ അതിനെ വിമർശിക്കുമ്പോൾ, അല്ലെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു പറയുമ്പോൾ പോലും ആ സുഹൃത്ത് എന്താ പറഞ്ഞേ, അദ്ദേഹം അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് അതിലൂടെ തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായില്ലേ, അതിന് ഉദ്ദേശ ലക്ഷ്യം റോങ് ആണെന്നുള്ളവരും. അവിടെയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് PDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ ഫണ്ടിന്റെ വോട്ട് നേടി ഒരു സംയുക്ത കോലീബി കം PDP എന്ന് വേണമെങ്കിൽ പറയാം സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ജയിച്ചു പോയിരിക്കുന്നത്. അവർക്ക് എന്ത് പറയാൻ പറ്റും? അവർക്ക് അതിനെ വിമർശിക്കാൻ പറ്റില്ല. നല്ല പാർട്ടിയാണെന്ന് MV ഗോവിന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നല്ല മതേതര പാർട്ടിയാണ്, ലീഗിനെ കൂടെ കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് MV ഗോവിന്ദൻ ഒരിക്കൽ പറഞ്ഞു. അല്ല, ഞങ്ങളും എല്ലാം ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 2 മാസം മുമ്പ് വരെ അതൊരു മതേതര പാർട്ടിയാണ്, ഞങ്ങളൊരു മത എന്താ പറയുക വർഗീയ പാർട്ടിയാണ്, ഞങ്ങൾ ആ പാർട്ടിയെ കാണുന്നില്ല എന്നുള്ളവർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുഖം പേടി വ്യക്തമായിട്ട് അഴിഞ്ഞു വീണപ്പോൾ ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. അതല്ലേ ജനാധിപത്യത്തിലെ മര്യാദ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ മതേതരം സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയേണ്ട അത് തന്നെയല്ലേ? അത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, ആർജവം കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, വളരെ സ്പെസിഫിക് ആയിട്ട് കാര്യം പറയാം. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ നേതാവുണ്ട് മുസ്ലിം ലീഗിൽ.
ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു മതേതരവാദിയാ. അത് ഇന്നത്തെ ഏറ്റുമുട്ടൽ ആ അദ്ദേഹത്തിന്റെ മതേതരത്വം അവിടെ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല മതേതരവാദി, ഒരു തർക്കമില്ല കാര്യത്തിൽ. കേരളത്തിലെ മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും വലിയ സംഭാവന ചെയ്യുന്ന പക്വതയുടെ രാഷ്ട്രീയ നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോഴത്തെ കെ എം ഷാജി, ഇ ടി മുഹമ്മദ് ബഷീർ ആരാണ്, എം കെ മുനീർ ആരാണ്? ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോകണോ? ഈ സമീപത്തുണ്ടായ അവരുടെ വാക്കുകളെ കുറിച്ച് ഞാൻ പോകുന്നില്ല. അപ്പൊ അത് സ്പ്ലിറ്റ് ആയിരിക്കുന്നു. അതിന് ഔദ്യോഗികമായിട്ട് രണ്ടായി ഒരു വർഗീയ എന്താ പറയാ പ്രീണനമുള്ള ഒരു പ്രസ്ഥാനവും മതേതര കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയുമായിട്ട് അത് രണ്ടായിട്ട് മാറും. അതിൽ ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചോളം അവർ വളരെ ആശങ്കയോടെ കാണുന്നത് ആ സമൂഹത്തിനെ മൊത്തം വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുന്നതിൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം. ഉല്ലാസ് ബാബു നിഷേധിക്കട്ടെ, അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. അതാണ് കേരളം കഴിഞ്ഞ 1.5 മാസം കൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സി പി എമ്മിനെ വേട്ടയാടണ്ട. കാരണം എന്താ അറിയോ? സി പി എമ്മിന്റെ ഉള്ളിലൊക്കെ തുറന്നു പറയാൻ ആർജവം കാണിച്ചിട്ടുള്ളൂ. തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുക. അതാണ് ഞാൻ പറയുന്നത്, പി ഡി പി ആയിട്ടൊക്കെ കൂട്ടുകൂടിയ ബി ജെ പിയെ സംബന്ധിച്ചോളം അവർക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല. അവസാന ഘട്ടത്തിൽ അപകടാവസ്ഥ നേരിട്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ തുറന്നു പറച്ചിൽ എന്നതാണ് ശ്രദ്ധേയം.